ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഇതെല്ലാം നമ്മൾ പലരിൽ നിന്നായിട്ട് കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും അല്ലേ? അവർക്ക് തൊട്ടേനും പിടിച്ചതിനൊക്കെ മൂഡ് സ്വിങ്സ് ആണ്. ഇപ്പൊ അത് വന്ന് വന്ന് ഡിപ്രഷൻ വരെ എത്തി. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. ചെറിയൊരു ടെൻഷനോ മൂഡ് ചേഞ്ചോ വന്നാലോ അപ്പൊ തന്നെ ഒരു പേരിന് പറയുന്നവരുണ്ട്. ഓ, ഞാൻ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുക. ഇങ്ങനെ പറയുന്നവർക്ക് അതിന്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെയാട്ടോ. ഓരോന്ന് കണ്ടും കേട്ടും പറയുന്നത് പോലെയല്ലോ അനുഭവിക്കുന്നവർക്ക്. മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു വല്ലാത്ത തരം ഭീകരാവസ്ഥ തന്നെയാട്ടോ ഇത്. എന്തിന്, ആത്മഹത്യക്ക് വരെ വഴിയൊരുക്കുന്ന ഒരു വല്ലാത്ത തരം അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിയാത്തവർ അവൾക്ക് ഭ്രാന്ത അല്ലെങ്കിൽ അവന് ഭ്രാന്ത എന്ന് പറഞ്ഞ് പുച്ഛിച്ച് നടക്കും. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് മെന്റലിയോ ഫിസിക്കലിയോ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അവർ ഒരു പരിധി വരെ ഓക്കെ ആകും. രണ്ടാമത്, നമ്മൾ മെഡിക്കൽ സപ്പോർട്ട് ഉറപ്പായും നോക്കണം. അത് നമ്മുടെ ഈ അവസ്ഥയിൽ നിന്നും നമ്മളെ പൂർണ്ണമായും ഓക്കെ ആവാൻ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ചേർത്ത് നിർത്തുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക.